പറയണ്ട. ഞാനൊരു ബിസിനസ് സ്കൂളിൽ മാസ്റ്റേഴ്സ് ചെയ്തോണ്ടിരിക്കും. ചിലവര് സ്കാമിൽ പെട്ട് വന്നവരുണ്ട്. സോ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് പാരീസിലാണ്. എഡ്യൂക്കേഷണൽ ലോ ആണ് എടുത്തിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് മാൻഡേറ്ററി ആണ് ഇന്റേൺഷിപ്പ്. അവർ മാൾട്ടയിൽ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ പേ കുറവായതുകൊണ്ട് പലരും ഇവിടെ തന്നെ കമ്പനീസിൽ അവർ ഇൻഡീഡിൽ നമ്മളെ ഒരു 3-4 ദിവസം ഇരിക്കണം. ഒരു ദിവസം തന്നെ ഒരു 10-50 റെസ്യൂമും കവർ ലെറ്ററൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്പനീസ് ഉണ്ട്, അവിടെ ഇന്റേൺഷിപ്പ് കിട്ടും. സോ നമ്മൾ ആ ഒരു എന്താ പറയുക, നമ്മളെ കൊണ്ട് പിടിച്ചിടുന്ന പോലെ നമ്മൾ ആ ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ അപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഗ്രാജുവേഷൻ കിട്ടത്തില്ല. അതൊക്കെ ഓർത്ത് നമ്മൾ എങ്ങനെയൊക്കെയോ അപ്ലൈ ചെയ്ത് ഒരെണ്ണം കിട്ടി, അതിനുശേഷം ജോലി കിട്ടിപ്പോയ കുറെ ആൾക്കാരുണ്ട്. ആ ഒരു ലൈഫ് അതെനിക്ക് തോന്നുന്നു ഫ്രാൻസിലും അതുപോലെ തന്നെ, അല്ലെങ്കിൽ പിന്നെ അത്രയും അംബീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഒരുപാട് ഒന്നുമില്ല. എനിക്ക് ഹേർട്ടായി. അപ്പം അത് പറഞ്ഞു വന്നത് പാരീസിന്റെ സ്റ്റുഡന്റ് ലൈഫാണ്. ഇപ്പൊ സ്റ്റുഡന്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡന്റിന്റെ സമയത്ത് എന്നോട് ചോദിച്ചായിരുന്നല്ലോ ആ ഒരു വീഡിയോ ഇപ്പോഴും പിന്നെ ഡിസംബറിലാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ EMLB പഠിക്കുന്ന ഒരു വീഡിയോ, EMLB. അതൊരു ടൈറ്റ് ഷെഡ്യൂൾ. ആ വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിച്ചു ഇത്രയും ടൈറ്റ് ആണ് ഇവിടുത്തെ ക്ലാസ്സുകൾ, ഇന്ന് കേരളത്തിനെ കഴിഞ്ഞ് ബുദ്ധിമുട്ടാണല്ലോ. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാറി. ക്ലാസ് ഒന്നും ഇല്ല, ഇപ്പോൾ ഒരു ഫുൾ ടൈം ജോലി ചെയ്യുന്നുണ്ട്. അതൊരു പ്രൊഫഷണൽ പഠിച്ച ഫീൽഡിലല്ലെങ്കിലും എൻ്റെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പ്രൊഫഷണൽ ജോലി കിട്ടിയില്ല. ഇപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാലും വേറൊരു ഫുൾ ടൈം ജോലി ചെയ്യുന്നുണ്ട്, ലോൺ അടഞ്ഞു പോകുന്നുണ്ട്, ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ ജോലി നോക്കുന്നുണ്ട്. അറ്റ് ദ എൻഡ് മണിയാണ്. ഒരു ദിവസത്തിന്റെ അവസാനം നമ്മുടെ കയ്യിൽ ഒരു ഇത്ര പൈസ വരുന്നുണ്ട്, അതിൽ ഇത്ര പൈസ ലോൺ അടയ്ക്കാൻ പറ്റും, കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും. ബാക്കി പൈസ നമ്മുടെ ഇവിടുത്തെ എക്സ്പെൻസസും കാര്യങ്ങളും, നമ്മുടെ ഒരു യങ് ആയിട്ടുള്ള പ്രായം ഇവിടെ ഫുഡും കഴിച്ച് ഇവിടെ യാത്രയും ചെയ്ത് ജീവിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നോക്കുമ്പം വർഷത്തിൽ 2 പ്രാവശ്യം നാട്ടിലേക്കും കൂടെ പോകാൻ പറ്റും. അതൊക്കെ നോക്കുമ്പം ഇപ്പൊ എനിക്കൊരു നോക്കുമ്പം ഇറ്റ്സ് ഓക്കെ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ശശിക്ക് അങ്ങനെ അല്ല അല്ലേ? ഇപ്പൊ അല്ല, കറന്റ്ലി അല്ല. പക്ഷെ കുഴപ്പമില്ല, ഇവഞ്ച്വലി മാറുമായിരിക്കും. ഇവഞ്ച്വലി മാറും. പക്ഷെ അറിയാം അത് ഇവഞ്ച്വലി 2 സ്റ്റഡീസ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം അത് മാറുന്നറിയാം. പിന്നെ അത് മാത്രമല്ല 2 വർഷം സ്റ്റേ ബാക്ക് ഉണ്ട്. അല്ല, എനിക്ക് ഇപ്പം EMLB ഷെഡ്യൂൾ ഏകദേശം പറഞ്ഞ പോലെയാണ് എനിക്ക് അടുത്ത ഇയറിൽ എൻ്റെ ഷെഡ്യൂൾ വരുന്നത്. ഇപ്പൊ എന്നെ ഭയങ്കര ഫ്ലെക്സിബിളാണ്. എനിക്ക് 2 ദിവസം ഫുൾ ഡേ ക്ലാസ്, ഒരു ദിവസം ഹാഫ് ഡേ, അതായത് 8:30 to 11:30 അത്രയേ ഉള്ളൂ. പക്ഷെ അടുത്ത വർഷം അതായത് അടുത്ത സെമസ്റ്ററിലോട്ട്, അതിപ്പോൾ സെക്കൻഡ് ഇയർ ആവും. അങ്ങനെ വരുമ്പോൾ എനിക്ക് 5 day ക്ലാസ് ഉണ്ട്. എൻജോയ്. 5 ദിവസം ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. ഇപ്പം ഞാനൊന്ന് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം ക്ലാസ്സേ ഇല്ല, കോളേജിലും പോകുന്നില്ല, വർക്ക് മാത്രമാണ്. വർക്കും വല്ലപ്പോഴും വീഡിയോസ് ചെയ്യുന്നത് മാത്രമാണ്. സോ അതെനിക്കിപ്പം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉള്ള സമയത്ത് അപ്പം ഞാൻ എപ്പോഴും പറയും, ഇപ്പം പിള്ളേരൊക്കെ ചോദിക്കാറുണ്ട് 5 ദിവസം ക്ലാസ്സാണ് ചേട്ടാ, എങ്ങനെയാണ് ഇത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഉള്ള സമയത്ത് ഉള്ളത് എൻജോയ് ചെയ്യുക. സ്റ്റുഡന്റ് ലൈഫിന്റെ സമയത്ത് ആ സ്ട്രഗിൾ എൻജോയ് ചെയ്യുക. ജോലി ഉണ്ടായില്ല. പിന്നെ വീട്ടിലെ പൈസ കൊണ്ടാണ് ശശി ഇവിടെ പിടിച്ചത്. എന്റെ ഡാഡി റിച്ച് ആണല്ലോ. ഞങ്ങളെ പോലല്ല, നമ്മളെ പോലല്ല. എന്റെ ഡാഡി റിച്ച് ആണ്. കണ്ണൂരുകാരിയാണ്, ഞാനും കണ്ണൂരുകാരനാണ്. കണ്ണൂരുകാരായോണ്ട് റിച്ച് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും അറിയാം, നമ്മളിങ്ങനെ വീഡിയോസ് പറയുന്നുള്ളൂ. എല്ലാവർക്കും സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അങ്ങ് സെറ്റായി. പക്ഷെ ഞാൻ വന്ന സമയം വിന്ററും കൂടെ ആയിരുന്നു. അപ്പൊ അതെനിക്ക് അറിയാമായിരുന്നു, വിന്ററിൽ ജോബ് കിട്ടാൻ പാടാണ്. ഞാൻ പറഞ്ഞു റിസർച്ച് ചെയ്യുക, നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്ത സമയത്ത് എനിക്കറിയുന്നു സ്റ്റാർട്ടിങ് തന്നെ ജോലി കിട്ടത്തില്ല. ലാംഗ്വേജിൻ്റെ ബാരിയർ ഉണ്ട് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം വിന്ററാണ്. സോ വിന്റർ മാറിക്കഴിഞ്ഞാൽ ജോബ് ഓപ്പണിങ്സ് വരത്തുള്ളൂ. സോ അതുവരെ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. സോ അതനുസരിച്ച് നിന്നു. സോ എന്താണ് ഇതൊക്കെ എല്ലാവർക്കും. പക്ഷെ ഇതിപ്പം മൈൻഡ് സെറ്റ് ആണ്. നാട്ടിലുള്ളവർക്ക് പക്ഷെ ഇങ്ങനെ ചിന്തിക്കണം എന്നില്ല. കാരണം അവരവിടെ ഒരു റിസർച്ച് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ പറയുമ്പം അതിനെപ്പോഴും ഒരു മേൽക്കൈയുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നാട്ടിലുള്ള ആൾക്കാർ യൂറോപ്പിലേക്ക് വരുമ്പം അവർ ഈ വീഡിയോസ് കാണുന്നതൊക്കെ അതുകൊണ്ടാണ്, എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയാണ്. സോ ഈ ഒരു വീഡിയോയിൽ ഇപ്പം പരീക്ഷ ലൈഫിനെ പറ്റിയിട്ടും സ്റ്റുഡൻറ് ലൈഫിനെ പറ്റിയിട്ടും ശശി ഷെയർ ചെയ്തു. താങ്ക് യു വെരി മച്ച്. പെർസ്പെക്റ്റീവിൽ പാരീസിൽ വന്ന് പഠിക്കാൻ പറ്റിയതുകൊണ്ടുള്ള എങ്ങനെയുണ്ട് അത്? ഒരു എങ്ങനെ ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ടോ അതോ? ലൈക്ക് ഭാഗ്യമാണ്. കാരണം ഒബ്വിയസ്ലി, കാരണം നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് പാരീസിലാണ്. അത് തന്നെ. പിന്നെ എന്താ, ലൈക്ക് ഷെങ്കൻ കൺട്രിയാണ്, പോയിട്ടൊന്നുമില്ല, വേറെ കാര്യം. പക്ഷെ ഷെങ്കനാണ്, നമുക്ക് അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ എന്താ പറയേണ്ടത്, എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ ഹാപ്പിയാണ്. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക.
വർക്ക് ചെയ്യാണ്ട് ചുമ്മാ ലൈക്ക് റിസർച്ച് ചെയ്യാണ്ട് നമ്മൾ ചുമ്മാ ഓക്കെ പാരീസിൽ പാരീസിൽ പെട്ടെന്ന് പോകാൻ പറ്റും അങ്ങനെ വിചാരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കാര്യമില്ല. നമ്മൾ ശരിക്കും റിസർച്ച് ചെയ്ത് നല്ല പോലെ ഇതിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് സ്ട്രഗിളും നമ്മൾ മൈൻഡിൽ കാണും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം സ്മൂത്ത് അല്ല, ബുദ്ധിമുട്ടുകളുണ്ടാകും. അതൊക്കെ നമ്മൾ മൈൻഡിൽ ഇതാക്കി സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ നമ്മൾ നല്ല സർക്കിളിൽ നിൽക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിസർച്ച് ചെയ്യാനും ശശി പറഞ്ഞല്ലോ, ശശി കുറേ റിസർച്ച് ചെയ്ത് വന്നോളാ, ഞാൻ ഒരു റിസർച്ചോടും ചെയ്യാതെ വന്നോളാം. കാരണം വീട്ടുകാരുടെ കാശാണ്, പോയി കഴിഞ്ഞാൽ അവരോട് നമ്മൾ ആൻസർ ചെയ്യണം. സോ അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ലൈക്ക് അങ്ങനെ ഇതാകാൻ പാടില്ല, അതുകൊണ്ട് മാക്സിമം നോക്കണം എടുക്കുന്ന ഡിസിഷൻ. കാരണം ഇതെല്ലാം എൻ്റെ അബ്രോഡ് സ്റ്റഡീസിൻ്റെ ഡിസിഷൻസ് ഫുള്ള് എൻ്റെ തന്നെയായിരുന്നു. ഏത് കൺട്രി ചൂസ് ചെയ്യണം, ഏത് കോഴ്സ്, ഇതെല്ലാം എൻ്റെ ഇതിലാണ്. അപ്പം ഞാൻ എടുക്കുന്ന ഡിസിഷൻ തെറ്റായി പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ ആൻസറബിൾ ആണ്. സോ അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല എന്ന് വെച്ചാൽ ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ കാര്യം മറ്റേ ആ ഒരു സിനിമയിലൊക്കെ ഉള്ളവരെ അവിടെ നിന്നിട്ടൊന്നും ക്ലച്ച് പിടിച്ചില്ല. കാനഡയിൽ പോകുന്നു, IELTS എഴുതി കിട്ടി. പക്ഷെ എനിക്ക് IELTS എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം, അത് ഇഷ്ടമല്ലായിരുന്നു. എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായുള്ളൂ. ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഫ്രാൻസിലേക്ക് വന്നു. എനിക്ക് അതൊരു ഓപ്ഷൻ, അതെങ്ങനെയും ട്രൈ ചെയ്ത് കാനഡയിൽ പോകുന്നു. ഞാൻ യൂറോപ്യൻ കൺട്രീസ് നോക്കിക്കൊണ്ടിരുന്നത്. കാരണം മെയിൻ എൻ്റെ ചെയ്യുന്നത് ഷെങ്കനാണ്. പിന്നെ ഷെങ്കൻ ഉള്ളതുകൊണ്ട് നമുക്കൊരു ആ ഒരു വിസയ്ക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം നമുക്ക് ദുബായിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൺ അറൈവൽ വിസ കിട്ടും 14 ഡേയ്സിലോട്ട്. അങ്ങനെ കിട്ടും നമുക്ക്. പിന്നെ അതുപോലെ US വിസയ്ക്ക് നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് കിട്ടാൻ വേണ്ടിയിട്ട്. UK വിസയ്ക്ക് നമുക്ക് ഈസിയാണ്. പുതിയ പാസ്പോർട്ട് കിട്ടി കേട്ടോ, പാരീസിയൻ പാസ്പോർട്ട്. ഇവിടുന്ന് ഇഷ്യൂ ചെയ്തിട്ടുള്ള പാസ്പോർട്ട്. അതൊക്കെയാണ് ശശിയുടെ ചാനലിലെ വീഡിയോസിൽ ശശി പറയാൻ പോകുന്നത്. അങ്ങനെ ഞാൻ 6 മാസം ഫ്രഞ്ച് പഠിച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് ഇവിടെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റിയാണ്. ഇതിപ്പം ഒരു സ്ലോ എങ്ങനെ മെല്ലെ പോകുന്നുള്ളൂ. കാരണം നിങ്ങളെല്ലാവരെയും പോലെ തന്നെ പെട്ടെന്ന് ചാടിക്കയറി വന്നു. ഞാനൊരു ഭയങ്കര എഡ്യൂക്കേഷൻ അത്ര സെറ്റപ്പിനൊന്നുമല്ല. എഡ്യൂക്കേഷൻ ആയാലും ഫിനാൻഷ്യൽ ആയാലും ഒരു എന്താ പറയുക അപ്പർ മിഡിലല്ല, ഒരു മിഡിലിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ മെല്ലെ സ്ലോപ്പിൽ പോകുന്നു എല്ലാവരെയും പോലെ. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ശശി റിസർച്ച് ചെയ്തു. ശശിക്ക് അന്ന് അതിനുള്ള ബുദ്ധി ഉണ്ടായിരുന്നു. എനിക്കന്നതിനാണ് ഞാനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയും പുറത്തേക്ക് പോകണം എന്നുള്ള ഇതിൽ വന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസും ഇവിടെയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തോട്ട് പ്രോസസ്സൊക്കെ മാറിയത്. ഞാൻ ചോദിക്കും, ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വലിയ വിലയൊന്നുമില്ല. ഫ്രാൻസ്, എന്ത് പാരീസ്. പക്ഷേ ഈ ഹിസ്റ്ററിയെ പറ്റി, ഫ്രാൻസിന്റെ ഹിസ്റ്ററിയും പാരീസിന്റെ ഹിസ്റ്ററിയൊക്കെ അറിയുമ്പം എനിക്ക് ഫ്രഞ്ചിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ലൈക്ക് കഴിഞ്ഞ സെമസ്റ്ററിൽ നമുക്ക് ഫ്രഞ്ച് ലാംഗ്വേജിന്റെ ക്ലാസ് ഉണ്ട്. സോ നമുക്ക് അവരുടെ കൾച്ചർ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഔട്ടിങ്ങിന് കൊണ്ടുപോകും. സോ ഔട്ടിങ്ങിന് കൊണ്ടുപോകും. ഞങ്ങളെ 2 വട്ടം 3 വട്ടമാണ് ഞങ്ങൾ ഔട്ടിങ്ങിന് കൊണ്ടുപോയി. ആൻഡ് ഒരു വട്ടം കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ മെയിൻ ഏരിയാസ്, ഇവിടെ എങ്ങനെയാണ് ബിൽഡിങ്സ്, എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഒരു സൈഡിൽ ഓഡ് നമ്പേഴ്സും ഒരു സൈഡിൽ ഈവൻ നമ്പേഴ്സും ആണ്. അത് ശ്രദ്ധിച്ചാൽ മതി ഫ്ലാറ്റ്സിനൊക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് നോർത്ത് ഡാമിൻ്റെ ആ ഒരു സൈഡിലോട്ട് പോയി. അപ്പം അവിടെ ഒരിടത്ത് ലൈക്ക് സ്പെയിനിലോട്ട് ഇവിടുന്ന് കാൽനടയായിട്ട് പോകും. അപ്പോൾ അതിനുള്ളൊരു അടയാളമുണ്ട്. ലൈക്ക് ഒരു ഇങ്ങനെ കൈയിൻ്റെ ഒരു ഇതുപോലെ തന്നെ ഒരു അടയാളം. ലൈക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഈഫിൽ പോയിട്ടുണ്ടായിരുന്നു. നൈറ്റിൽ ലൈക്ക് ഒരു 9 o'clock ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈഫിൻ്റെ താഴെ ഇരുന്ന് കറക്റ്റ് 9 ലൈറ്റിനിങ് ഉണ്ടാവുമല്ലോ. സോ അതൊക്കെ കാണുമ്പോൾ ഒരു ഫീലാണ്, ഓക്കെ നമ്മളിവിടെയാണ്. ഈഫിൽ ടവർ എല്ലാ മണിക്കൂറിലും 5 മിനിറ്റ് കത്തിക്കൊണ്ടിരിക്കും. ഈവനിങ് ടൈമില് നൈറ്റ് ആയി 1 o'clock വരെ. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പുറത്തു പോയായിരുന്നു. ട്രയം പാർച്ചില്. ഇപ്പൊ ഇന്നലെ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള യുദ്ധം നിർത്തുന്ന കരാറ് അത് ഇന്നലെ ആയിരുന്നു ശരിക്കും പറഞ്ഞത്. ഇന്നലെ എന്ന് വെച്ചാൽ 106 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ട് ആ ട്രയം പാർച്ചില് ഫ്രഞ്ച് പതാകയുടെയും നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചേക്കുന്ന ലൈക്ക് ഫ്രഞ്ച് ഫ്ലാഗിന്റെ കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് വെച്ചേക്കുന്നത്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റും, കാരണം അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ആ ട്രയം പാർച്ച് ഭയങ്കര അടിപൊളിയായി. നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കും അതിൻ്റെ അതിൻ്റെ ആ ഒരു പണിയും കാര്യങ്ങളും അതിൻ്റെ ഹൈറ്റും. ഫ്രാൻസ് അല്ലാതെ വേറൊരു രാജ്യത്ത് പോയാൽ കൊള്ളാമെന്ന് ഇപ്പൊ ഒരു തോട്ടുണ്ടോ? അങ്ങനെ ഇതുണ്ടോ ഫ്രാൻസിൽ? അതായത് ഇപ്പൊ ഇവിടെ ഒരു വർഷം ആകാറായി. ഇവിടെ അല്ലാതെ വേറൊരു രാജ്യത്ത് പോയാൽ കൊള്ളായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ടോ?
ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ പല കൺട്രീസ് നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു റിഗ്രറ്റ് ഇല്ല ഇവിടെ വരുന്നതിൽ. എനിക്കിപ്പോഴും ഞാൻ തോന്നുന്നു ഞാൻ എടുത്ത ഡിസിഷൻ നല്ലതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാണ്ട് മോശമായിപ്പോയി എന്നുള്ള ഒരു ഇതും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. മോശമായെന്നല്ല, അറ്റ്ലീസ്റ്റ് ഇവിടെ അല്ലാതെ വേറെ അടുത്ത് വരുന്നത് ബെറ്റർ ആവുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. എനിക്ക് ഇവിടുത്തെ പാരീസിയൻ ലൈഫിനെ പറ്റി ഇഷ്ടമാണെന്നൊക്കെ എല്ലാം പറയുമ്പോഴും ഇവിടുത്തെ ഒരു ഭയങ്കര ലൈവ്ലി ലൈഫാണ്. പക്ഷെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്, ഞാൻ പണ്ട് നാട്ടിൽ പഠിച്ചത് സോഷ്യൽ വർക്കാണ്. ഓർക്കും വരുന്നുണ്ട്, വീഡിയോ ഇപ്പം നിർത്തും. ഞാൻ സോഷ്യൽ വർക്കാണ് പഠിച്ചത്. പക്ഷെ ആ സോഷ്യൽ വർക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒന്നെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോയായിരുന്നെങ്കിൽ ഐ ക്യാൻ ബി കുറച്ചുകൂടി ഒരു പ്രൊഡക്റ്റീവും കുറച്ചുകൂടി പെട്ടെന്ന് എൻ്റെ ഒരു ഫീൽഡിലേക്ക് എത്തായിരുന്നു. അതിനുള്ള ഞാനിവിടെ പണ്ടൊരു റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്തപ്പം ന്യൂസിലൻഡിൽ നിന്നൊരു ഇത് വന്നു, ഒരു കപ്പിൾ വന്നു. അവരോട് ഇങ്ങനെ ചോദിച്ചു, അവർക്ക് ഫ്രഞ്ച് അറിയത്തില്ല. ഞാൻ അവരുടെ ഹാൻഡിൽ ചെയ്യാൻ പോയി. അവരിങ്ങനെ പറഞ്ഞു, അവിടെ കുറേ ഇന്ത്യക്കാരുണ്ട്, അവർ ഭയങ്കര ക്ലോസ്ലി ഫ്രണ്ട്ലി വിത്ത് ഇന്ത്യൻസ് ആണ്. പിന്നെ ക്രിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സോഷ്യൽ വർക്കിൻ്റെ കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. സോ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. മേ ബി ഇതാണ്, ഞാനിപ്പോൾ സ്റ്റുഡൻറ്റ് ലൈഫിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും. വർക്കിങ്ങിനൊക്കെ കയറുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയപ്പെടുമായിരിക്കും. അപ്പം മേ ബി ചിലപ്പം ചേഞ്ച് ആവുമായിരിക്കും. പക്ഷെ അസഫ്നം എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം സ്ട്രഗിൾസ് ഇല്ലെന്നൊന്നും അല്ല കേട്ടോ. സ്ട്രഗിൾസ് ഇല്ലെന്നല്ല, നല്ല സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷെ ലൈക്ക് ഇഷ്ടപ്പെട്ട് വന്നതുകൊണ്ടും ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. നീ ഈ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് പറയും നമ്മൾ പാരീസിലെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു എന്നുള്ളതല്ല. എല്ലായിടത്തും സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോലി കിട്ടാൻ ഞാനൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഇറങ്ങേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജോലി ഇതാക്കി മീൻസ് ജോലി ഇല്ലാണ്ട് നിന്നിട്ടുണ്ട്. ജോലിക്ക് കയറിയിട്ട് പിന്നെ ഇല്ലാണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ജോലി ഉണ്ടായിട്ട് പിന്നെ നമ്മൾ നിൽക്കുമ്പോൾ റൺ ചെയ്യേണ്ട കാര്യം, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് കയറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്ട്രഗ്ലിങ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ആ ഒരു പോസിറ്റീവിൽ നിൽക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ശശിയുടെ ചാനലിൽ ശശി അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഇൻട്രോ പറയുന്നത് പറഞ്ഞത് ഞാൻ കട്ട് ചെയ്യണോട്ടോ. ഇപ്പം പറഞ്ഞത് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല, വീഡിയോ ഒക്കെ വരുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. കാരണം ഇൻഫർമേറ്റീവ് ഞാൻ ഇടും. ഞാൻ പറഞ്ഞു സോഷ്യൽ ആൻസൈറ്റി അതുള്ളത് കൊണ്ട് ഞാനിങ്ങനെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ഇടും. ലൈക്ക് കുറെ ആയിട്ട് ഞാൻ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ. പിന്നെ ആദ്യത്തെ ഒരു 3 മാസം അങ്ങനെ അങ്ങ് പോയി. ഞാൻ ഒരു ചെറിയൊരു മിനി വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അറിയാലോ ഇവിടെ നടന്നതൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എൻ്റെ മൈൻഡൊക്കെ പോയി. പിന്നെ ഇപ്പാണ് ഓക്കെയായി വന്നത്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ശശി ആക്റ്റീവാണ്. ഈ കഴിഞ്ഞ ഓണത്തിനാണേലും വീഡിയോസ് കിട്ടാറുണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവാണ്. സോ ഞാനിങ്ങനെ യൂട്യൂബിൽ മാത്രമേ വീഡിയോസ് ചെയ്യാറുള്ളൂ. ഇൻസ്റ്റയിൽ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഇടും, ഞാൻ എന്തായാലും ഇടും. പതുക്കെയാണെങ്കിലും ഞാൻ 1-2 വീഡിയോ കിടപ്പുണ്ട്, ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും. സോ എൻ്റെ ഭയങ്കര ഇനാക്റ്റീവ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഇപ്പോഴാണ് ഓണായി തുടങ്ങിയത്. ലൈക്ക് ഞാനിവിടെ വന്ന സമയത്ത് വീടും കോളേജും വീടും ഇതിങ്ങനെ ഈ ഒരു സർക്കിളിൽ ഇവിടുന്ന് വീഡിയോ നിർത്തും ഞാൻ. നമ്മൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും നേരം നമുക്ക് നമ്മുടെ കൂടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത, ഇൻഫർമേഷൻ ഷെയർ ചെയ്ത ശശിക്ക് വലിയൊരു താങ്ക് യു. പിന്നെ ബാക്കി എനിക്ക് തോന്നുന്നു ഇനി ശശിയുടെ ചാനലിൽ നമ്മൾ ഈ നേരത്തെ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശശിയുടെ ചാനലിൽ ഇങ്ങനെ വീഡിയോസ് ആയിട്ട് വരണം കേട്ടോ. കാരണം അത് കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് കാണുന്നവർക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും, ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, അവർക്കൊരു ഇൻഫർമേഷനും ആയിരിക്കും. സോ ഓക്കെ, അപ്പം നമ്മൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശശിയുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഇതിനകത്ത് കൊടുക്കുന്നുണ്ടാവും, ചാനലിൽ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും. ശശി എന്തായാലും റിപ്ലൈ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇപ്പോഴുള്ള ഉള്ളതുപോലെ തന്നെ നിങ്ങൾ ഫ്രാൻസിലേക്കൊക്കെ പഠിക്കാൻ വരികയാണെങ്കിൽ ഇക്കോൾ മെന്റർ എന്ന് പറഞ്ഞ ഏജൻസി ഞാൻ ഓൾറെഡി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് അതുവഴി വന്നവരുണ്ട്, അതുവഴി വന്നിട്ട് നല്ല റിവ്യൂസ് പറഞ്ഞവരുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ആ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.